ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ മകളെ, ഈശോയുടെ മകനെ, നമ്മൾ രാജാതിരാജനായ ക്രിസ്തുരാജൻ്റെ രാജത്വ തിരുനാളൊക്കെ ആഘോഷിച്ചു. ആണ്ടുവട്ടത്തിലെ അവസാന ഞായർ കഴിഞ്ഞു. ഇനിയൊരു പുതിയ ആരാധനക്രമത്തിലെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആഗമന കാലം. സഭയുടെ ആരാധനക്രമത്തിലെ ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആഗമനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരെയോ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈശോയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന ഒരു കാലഘട്ടം, ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടം. 25 ദിവസത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും നോമ്പാചരണത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു തിരുനാളിനായി ഒരുങ്ങുന്ന കാലയളവ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിൻ്റെ ആഗമന തിരുനാളാണ് നമ്മൾ ഈ ആരാധനാക്രമത്തിൽ ആഘോഷിക്കുന്നതെങ്കിലും യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള ഒരു ആഗമനത്തിൻ്റെ ഒരു ഒരുക്കം കൂടിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതിനേക്കാൾ ഉപരി വർഷങ്ങൾക്ക് മുമ്പ്, 2000 കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രഘോഷിച്ചിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ വരവിന് മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു രക്ഷകൻ വരും, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിൽ ജാതനാകും. അത് ബത്ലഹേമിലാണ് ജനിക്കാൻ പോകുന്നത്, അത് കന്യകയിൽ നിന്നാണ് ജനിക്കാൻ പോകുന്നത്. അവൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം അവൻ രോഗികളെ സുഖപ്പെടുത്തും, അന്ധർക്ക് കാഴ്ച നൽകും, ചെകിടർക്ക് കേൾവി നൽകും, മരിച്ചവരെ ഉയർപ്പിക്കും. ഇതെല്ലാം പ്രവാചകന്മാർ മുൻകൂട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ ഒന്നാം വരവിന് മുമ്പ് പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ അവൻ കാൽവരിയിൽ ബലിയായി തൻ്റെ ജീവിതം സമർപ്പിക്കുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുമൊക്കെ പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ച ആ ഒന്നാമത്തെ ആഗമനത്തിലെ ഈശോയുടെ ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. അതെല്ലാം നമ്മുടെ മനസ്സിൽ, ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ആഗമന തിരുനാളെന്ന് പറഞ്ഞുകൊണ്ട് ബത്ലഹേമിൽ പിറന്ന ഈശോയെ മാത്രം ആഘോഷിച്ച് തീരേണ്ടതല്ല. വിധിയാളനായി ലോകത്തെ വിധിക്കുവാൻ വരുന്ന ഒരു ദൈവത്തിന് വേണ്ടിയുള്ള, ആ ദൈവത്തിൻ്റെ ആഗമനത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഈ കാലഘട്ടമെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈശോയെക്കുറിച്ച് പറഞ്ഞതും ഈശോ പറഞ്ഞതുമെല്ലാം ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പൂർത്തീകരിക്കാനുള്ളത് ഈശോ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ്. അന്ത്യ നാളുകളിൽ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഇപ്പോൾ ലോകത്തിലെ പല ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇനിയും സംഭവിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് അവൻ്റെ വചനം മുഴുവനും, ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെട്ടിരിക്കും. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവായി, ആഗമനമായി. അവൻ വരുന്നത് ഇനി ലോകത്തെ വിധിക്കുവാനാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് ലോകത്തെ രക്ഷിക്കുവാനായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ലോകത്തെ വിധിക്കുവാനാണ്. തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുവാൻ, നീതി കൊടുത്ത് അവരെ രക്ഷിക്കുവാനായിട്ട് വരുന്നതാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. അനീതി പ്രവർത്തിച്ച് ദൈവത്തെയും മനുഷ്യനെയും ഭയപ്പെടാതെ അവനെതിരായി നിലപാടുകളെടുത്ത് അഹങ്കാരികളായി ജീവിച്ച മനുഷ്യർക്ക് തക്കതായ ശിക്ഷ നൽകുവാൻ വരുന്ന ഒരു ദൈവമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലെ ദൈവമെന്ന് നമ്മൾ യേശുവെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഒന്നാമത്തെ ആഗമന സമയത്ത് പലരും നല്ല ഒരുങ്ങാത്തത് കൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടെന്താണ്? ഭവനങ്ങളിൽ വന്ന് മുട്ടിയപ്പോൾ, യൗസേപ്പും മറിയവും ഓരോ ഭവനങ്ങളിൽ വന്ന് മുട്ടിയപ്പോൾ അവർ തിരക്കുകൾ പറഞ്ഞ്, ന്യായീകരണങ്ങൾ പറഞ്ഞ് അവരെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി. അവസാനം അവർക്ക് ആദ്യത്തെ ആഗമനത്തിൽ വന്ന ഈശോയ്ക്ക് പിറക്കാൻ ഇടം കിട്ടിയത് ബത്ലഹേമിലെ കാലിത്തൊഴുത്തായിരുന്നു. വിധിയാളനായി കടന്നു വരുന്ന ഈശോയുടെ മുമ്പിൽ
നമുക്ക് നിൽക്കാനായിട്ട് കഴിയണമെങ്കിൽ നീതിപൂർവമുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചിരിക്കണം. സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കണം, ക്ഷമയുടെ ജീവിതം നയിക്കണം, വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കണം, നിത്യജീവനിലുള്ള പ്രത്യാശയുടെ ജീവിതം നയിക്കണം. അപ്പോൾ അവൻ്റെ രണ്ടാം വരവിൻ്റെ മുമ്പിൽ നമുക്ക് ഈശോയെ സ്വീകരിക്കുവാൻ തക്ക വിധമുള്ള യോഗ്യത നമുക്കുണ്ടായിരിക്കും. ഈ ആഗമനകാലം ക്രിസ്മസുകളിൽ ഒതുങ്ങി തീർക്കാതെ യേശുവിൻ്റെ രണ്ടാം വരവിന് യോഗ്യമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്കും മാത്സര്യത്തിനും അടിമപ്പെട്ട് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവകളിൽ അടിമപ്പെട്ട് യേശുവിൻ്റെ രണ്ടാം വരവ് നമുക്ക് ഒരു നാശമായി തീരാതിരിക്കുവാൻ, അത് രക്ഷയുടെ അനുഭവമായി മാറുവാനായിട്ട് നമുക്ക് ഒരുക്കമുള്ളവരാകാം. കള്ളൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഗൃഹനാഥൻ ആ ഭവനം കള്ളന്മാർ കുത്തിപ്പൊളിച്ച് മോഷ്ടിക്കാതിരിക്കുവാനായിട്ട് ഉണർന്നിരിക്കുന്നത് പോലെ നമുക്ക് കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്നറിയില്ല. ഏതു സമയം വന്നാലും ഒരുക്കമുള്ളവരായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. അവിടെ ദൈവികമായ കൃപാവരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ഒരു ഒരുക്കമാണ് ഈ ആഗമന കാലഘട്ടത്തിൽ, അതിനുള്ള ഒരു പരിശീലനം കൂടിയായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തെ എടുക്കാനായിട്ട് സാധിക്കണം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോ വാനമേഘങ്ങളിൽ വിധിയാളനായി കടന്നു വരുന്ന ഈശോയുടെ മുമ്പിൽ നിൽക്കുവാൻ ഈ കാരുണ്യത്തിൻ്റെ, കരുണയുടെ നാളുകളിൽ നമുക്ക് നന്മ പ്രവൃത്തികളിൽ വ്യാപൃതരാകാം, സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിറഞ്ഞ് നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.